റിവെഞ്ച് ബെഡ് ടൈം പ്രൊക്രാസ്റ്റിനേഷൻ ഇങ്ങനത്തെ ഒരു ടെർമിനോളജി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യത കുറവാണ്, പക്ഷെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണത്. അതായത് നമ്മള് രാത്രി മാക്സിമം ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടോ ഉറങ്ങുന്നത് ഡിലേ ചെയ്യുക. ഇത് കോമൺ ആയിട്ട് ചെയ്യുന്നത് പകല് സെൽഫ് ടൈം കിട്ടാത്ത ആൾക്കാരാണ്, മെയിനായിട്ട് വർക്കേഴ്സിന്, അതുപോലെ ചെറിയ കുട്ടികളുള്ള അമ്മമാര്, ഇവരെല്ലാം സ്ഥിരമായി ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. കാരണം അവർക്കൊരു സെൽഫ് ടൈം കിട്ടുന്നില്ല, പകല് മൊത്തം എൻഗേജ്ഡ് ആണ്, അവർക്ക് താല്പര്യമില്ലാത്ത ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ് കാരണം എൻഗേജ്ഡ് ആയതുകൊണ്ട് തന്നെ തനിക്ക് സ്വന്തമായ ഒരു ടൈം കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കാരണം സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആവും, നമ്മൾ വീക്കായി പോകും, പകൽ ഫുള്ള് ടയേർഡ് ആവും. ഇതെല്ലാം ഉണ്ടെങ്കിലും ആ ഒരു ഉറങ്ങുന്നതിന് കുറച്ച് മുന്നായി കുറെ നേരം സ്ക്രോൾ ചെയ്ത് വെറുതെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഇത് ഫസ്റ്റ് കോയിൻ ചെയ്തത് ചൈനയിലെ ഒരു വെബ്സൈറ്റിലാണ്, വീബോ എന്ന് പറയുന്ന വെബ്സൈറ്റില്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ ഇതിന്ന് എങ്ങനെ പുറത്തേക്ക് വരാൻ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയ സ്ക്രോളിങ് ഒരു 1 hour ഉറങ്ങുന്നതിന് മുന്നേ നിർത്തി വെക്കുക. കൃത്യമായിട്ട് ഒരു നൈറ്റ് ഷെഡ്യൂളും അതുപോലെ സ്ലീപ്പ് ഷെഡ്യൂളും കീപ്പ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സൂതിങ് ആയിട്ടുള്ള മ്യൂസിക്സോ ഒക്കെ കേൾക്കുക, സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ സ്ലീപ്പ് കൊണ്ട് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് സ്ലീപ്പ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ പകല് റിലാക്സ് ചെയ്യാൻ സ്വന്തമായി കുറച്ച് സെൽഫ് ടൈമെങ്കിലും കണ്ടുപിടിക്കുക. ഇതെല്ലാം ഹെൽപ്ഫുൾ ആവും. എന്നാലും ചിലപ്പോഴൊക്കെ കൈ വിട്ട് പോവാൻ ചാൻസ് ഉണ്ട് അല്ലെ?